നമ്മളെ നോമ്പിൻ്റെ സമയത്ത് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന കഞ്ഞിയാണ് ഉലുവാക്കഞ്ഞി, തരിക്കഞ്ഞി, തരി കാച്ചിയത് എന്നൊക്കെ പറയത്തില്ലേ. ഇതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയും കൂടെ ഉണ്ട്. അതാണ് ചിക്കൻ കഞ്ഞി, കോഴിക്കഞ്ഞി എന്നൊക്കെ പറയും കേട്ടോ. നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഇതുപോലൊരു കഞ്ഞി കുടിക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് എന്തായാലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനെടുത്തിരിക്കുന്ന പച്ചരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി അരി, ജീരകശാല അരിയില്ലേ, അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതും കുറച്ച് ഉലുവയും കൂടെ എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഈ സമയം ബ്രസ്റ്റ് പീസായിട്ടുള്ള ചിക്കൻ പീസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം കുക്കറിൽ വെച്ചൊന്ന് വേകുന്നത് വരെ, ഒന്ന് വിസിൽ കേൾക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടാതിന് ശേഷം അതിലേക്ക് കറുവാപ്പട്ട, വലിയ ജീരകം, സവാളയ്ക്ക് പകരം കുഞ്ഞുള്ളി ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സവാള, തക്കാളി ഇവ 4 കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആകുന്നതുവരെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് ചിക്കൻ മസാല, കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ സമയം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. നേരത്തെ വെച്ചിരിക്കുന്ന പച്ചരിയും ഉലുവയും ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നല്ല ഫൈനായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒന്നും കൂടെ കുത്തി ഉടച്ചു കൊടുക്കണം കേട്ടോ. ചിക്കൻ പീസുകൾ ഇങ്ങനെ വലുതായിട്ട് തന്നെ കിടക്കില്ല, ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് കുത്തി ഉടച്ചു കൊടുത്തു ഒന്ന് ഉടച്ചെടുക്കാവേ. ഇനി നമുക്ക് ഫ്രൈ പാനിലേക്ക് ഇതൊന്നും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ സമയം വേണമെങ്കിൽ കുക്കറിൽ നിന്ന് ഇച്ചിരി വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എളുപ്പം കാണും ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ സമയം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലോ തേങ്ങ അരച്ചതോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ നല്ലതുപോലെ തേങ്ങ അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുക്കുന്ന ഇഷ്ടമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിള വരുന്നതിന് മുമ്പായിട്ട് തന്നെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തേക്കണേ. വളരെ ഈസി ആയിട്ടും കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കഞ്ഞിയാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഈ സമയം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് കുറവുള്ള പോലെ നമുക്ക് തോന്നുന്നതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ടേസ്റ്റ് ഒന്നും നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു ഊഹത്തിന് ഇട്ട് കൊടുത്താലും മതിയേ. ഇനി ഇതിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലയും ഫ്രൈ ചെയ്ത സവാളയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ ആരും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്